ഇന്ത്യയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പെൺകുട്ടികൾ അപകടകരമാം വിധം കൂടുന്നു. കാൺപൂരിലെ സിവിൽ ലൈൻസ് ഏരിയയിലെ ഹദ്ദാഡ് ഹൈസ്കൂളിലാണ് ഹമാസിന്റെ ആരാധകരായ പെൺകുട്ടികൾ. ഹമാസിന്റെ സ്ത്രീകളോടുള്ള ക്രൂര പീഡനം കണ്ടിട്ടും കണ്ണിൽ ചോരയില്ലാത്ത ഹമാസിനു വേണ്ടി വാദിക്കുന്ന ഇവർക്ക് ധൈര്യം നൽകുന്നത് ആരാണ്? ഹമാസിനെ പിന്തുണയ്ക്കുന്ന പെൺകുട്ടികളുടെ പിന്നിൽ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു വരികയാണ്. മുസ്ലിം വിദ്യാർത്ഥിനികളായ ഇവർ രോഷാകുലരായത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ഡിബേറ്റ് മത്സരത്തിനിടയിലാണ്. സ്കൂൾ ഡിബേറ്റിനിടെ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ച വിദ്യാർത്ഥിനിക്കെതിരെ ആയിരുന്നു മുസ്ലിം വിദ്യാർത്ഥിനികളുടെ രോഷപ്രകടനം. കാൺപൂരിലെ സിവിൽ ലൈൻസ് ഏരിയയിലെ ഹദ്ദാഡ് ഹൈസ്കൂളിലാണ് സംഭവം. 2 ദിവസം മുൻപ് ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ സംവാദ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ചർച്ചയിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നൽകിയ വിഷയത്തിന്റെ പേര് യുദ്ധം ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതായിരുന്നു. 6ാം ക്ലാസ് മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥിനികളാണ് സദസ്സിൽ ഉണ്ടായിരുന്നത്. ചർച്ചയ്ക്കിടെ ഒരു വിദ്യാർത്ഥി ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെറിയ കുട്ടികളെയും കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഒപ്പം ഹമാസ് ഭീകര സംഘടനയാണെന്നും തിരിച്ചടിക്കാൻ ഇസ്രയേലിന് എല്ലാ അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി പറഞ്ഞു. എന്നാൽ ഇതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ചില മുസ്ലിം പെൺകുട്ടികൾ വിദ്യാർത്ഥിയോട് ദേഷ്യപ്പെട്ടു. ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചത് തങ്ങളുടെ വികാരം വ്രണപ്പെടുത്തി എന്നായിരുന്നു ഇവരുടെ വാദം. പ്രതിഷേധിച്ച പെൺകുട്ടികൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന പെൺകുട്ടി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സ്കൂളിൽ കയറ്റില്ലെന്നും പറയുന്നുണ്ടായിരുന്നു. മുസ്ലിം പെൺകുട്ടികളെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ പ്രിൻസിപ്പൽ ഏറെ ശ്രമിച്ചു എങ്കിലും അവർ ബഹളം തുടർന്നു. ഹിജാബ് ധരിച്ച ചില പെൺകുട്ടികൾ സ്കൂൾ ഗേറ്റിനു മുന്നിൽ ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യവും ഉയർത്തി. ബഹളത്തെ തുടർന്ന് സ്കൂൾ ക്രിസ്മസ് പരിപാടികൾ റദ്ദാക്കി. ഇസ്രയേലിനെ പിന്തുണച്ച് ഡിബേറ്റ് മത്സരത്തിൽ വിജയിയായ വിദ്യാർത്ഥി പേടിച്ച് സ്കൂളിൽ പോലും വരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ചില മുസ്ലിം രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഹമാസ് ഒരു ഭീകര സംഘടന അല്ല എന്നും പലസ്തീൻ സംരക്ഷിക്കാൻ പോരാടുന്ന വിമോചന ഗ്രൂപ്പാണെന്നും തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ പറഞ്ഞിരുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഇറാനും. ഇറാൻ ഇവർക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകാറുണ്ട്. ഖത്തറാണ് ഹമാസിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന മറ്റൊരു രാജ്യം. ഇവർക്ക് ഖത്തർ സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. ഭീകര ആക്രമണത്തെ അപലപിച്ച ആദ്യ ലോക നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പലസ്തീന്റെയോ ഹമാസിന്റെയോ പേര് പരാമർശിക്കാതെ അദ്ദേഹം ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസിനെ ഇതുവരെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഹമാസിനെ നിരോധിക്കുന്നതിന് അതിന്റേതായ സങ്കീർണതകൾ ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഐസിസ് ആണ് ഇന്ത്യ നിരോധിച്ച അവസാനത്തെ പ്രധാന അന്താരാഷ്ട്ര ഭീകര സംഘടന. 2015-ലായിരുന്നു അത്. തീവ്രവാദ ഗ്രൂപ്പുകളെ പട്ടികയിൽ ചേർക്കാൻ ഇന്ത്യ UAPA നിയമമാണ് ഉപയോഗിക്കുന്നത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇന്ത്യൻ നിയമങ്ങൾ ബാധകമായ ഇന്ത്യയുടെ നിയമപരിധിക്കുള്ള പ്രദേശങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ റിക്രൂട്ട്മെന്റോ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഒരു സംഘടനയെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഇന്ത്യ ചേർക്കുക. നിലവിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഉടമ്പടി കരാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. വിട്ടയക്കാൻ തയ്യാറായവരെ കുറിച്ചുള്ള പട്ടിക ഇസ്രയേൽ സൈന്യം ഹമാസിൽ നിന്ന് ആവശ്യപ്പെട്ടു എന്നും അതിനനുസൃതമായി മാത്രമേ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമാവുകയുള്ളൂ എന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം 1000-ഓളം ഹമാസ് ഭീകരരെ കഴിഞ്ഞ ദിവസങ്ങളിലായി പിടികൂടി എന്നാണ് സൈന്യം നൽകുന്ന വിവരങ്ങൾ. മേജർ ജനറൽ ഹെർസി ഹലേവിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുന്നവരെ ഒരിക്കലും വെടിവെക്കില്ല എന്നും അവരെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നും ഹെർസി ഹലേവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.